രാജേന്ദ്രൻ പന്തളം. അദ്ദേഹം ഒരുപക്ഷെ അത് വിശദീകരിച്ച് നൽകുമായിരിക്കും. എന്താണ് ഈ സൂര്യോദയ സമ്പദ്ഘടന? അതാണല്ലോ നമ്മുടെ മന്ത്രി സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതറിയാമോ താങ്കൾക്ക് ശ്രീ അത് റൈസിംഗ് രാജേന്ദ്രൻ പന്തളം? ഇക്കണോമി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. സൂര്യോദയം, അത് ഒരു പുതിയ ഉദയം. ഇപ്പോ ഇവിടെ തന്നെ വ്യവസായത്തെ ഉദ്ദേശിച്ചാണ് സാധാരണഗതിയിൽ അത് പറയാറുള്ളത്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണയായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ല, സൂര്യോദയം ഉണ്ടാകുമ്പോൾ അതിന് അസ്തമയം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. സമ്പദ് വ്യവസ്ഥ ഇപ്പോഴെങ്ങും അല്ല, അത് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കേണ്ട. അത് കുറെ സമയം എടുക്കും. സൂര്യോദയത്തിന്റെ സമയം പോരാ, ഇതിന് വർഷങ്ങളോളം തുടരും അടുത്ത ഗവൺമെന്റ് വരുന്നവരെ. അപ്പോഴായിരിക്കും ആ സമയം എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ വിഭവങ്ങളിലൊന്ന് ഈ വെയിലാണ്. സൂര്യോദയം സൂര്യൻ തന്നെയാണ്. ആ സോളാർ പാനൽ എനർജി ടാപ്പ് ചെയ്യുന്നതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളൊന്നും ഇതിൽ കാണാനില്ല. അതേസമയം 250 ഇൻഡസ്ട്രിയൽ സ്വകാര്യ പാർക്കുകളാണ്, ഗവൺമെന്റിന്റെ അല്ല. 250 പാർക്കുകൾ വന്നാൽ നല്ല കാര്യമാണ്. കുറെ പേർക്ക് തൊഴിൽ കിട്ടും. കേരളത്തിലെ മാത്രമല്ല ഈ സോളാർ സംരംഭങ്ങൾക്ക് മാറ്റിവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സ്വയം വൈദ്യുതി നിർമ്മാണ മേഖലകൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ നികുതി കൂട്ടുകയും ചെയ്തു. നികുതി കൂട്ടുകയാണ് ചെയ്തത്, കുറയ്ക്കേണ്ടതാണ്. അത് ആ ഗ്രീൻ എനർജിയെ അല്ലെങ്കിൽ ക്ലീൻ എനർജിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കാർഷിക മേഖല. ശ്രീ രാജേന്ദ്രൻ പന്തളം, നമുക്ക് സ്ട്രൈറ്റ് ആയി തുടങ്ങിയാൽ അല്പം മുമ്പാണല്ലോ കേന്ദ്ര ബജറ്റ് വന്നത്. ആടും ആനയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലെ ആണെങ്കിലും അതിന്റെ ഒരു ദിശയുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ സാമൂഹിക ദിശ. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിന്റെയും ഈ ക്ഷേമ രാഷ്ട്രീയ സംബന്ധിയായ വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിൽ വെച്ചുകൊണ്ടുള്ള ഒരു താരതമ്യം താങ്കൾക്ക് നടത്താവോ? പ്രൊപ്പോർഷണൽ പോട്ടെ. തീർച്ചയായിട്ടും അത് പ്രധാന പോയിന്റാണ്, പ്രധാന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അതൊരു ഫോക്കസ് ചോദ്യമാണ്. അതായത് കേന്ദ്രത്തിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് ഇക്കോണമി, ഒരു വികസിത രാഷ്ട്രം, 2047 ഒരു വികസിത രാഷ്ട്രം എന്നുള്ള വിഷനോട് കൂടിയാണ് അത് ഓരോ ബജറ്റിലും പോയിക്കൊണ്ടിരിക്കുന്നത്, ക്രമാനുഗതമായി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൻ്റെത് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല. ഒരു വെൽഫെയർ ഇക്കോണമി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ക്ഷേമ പെൻഷനുകൾ. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വർദ്ധിക്കുന്നത് കേന്ദ്രം 10 വർഷം കൂടുമ്പോഴാണ്. കേരളം ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് 5 വർഷം കൂടുമ്പോൾ തന്നെ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചതിന്റെ DA ആണ് കേരളത്തിന്റെ സാമ്പത്തിക അപര്യാപ്തത കൊണ്ട് കുടിശ്ശികയായി കിടന്നത്. ആ കുടിശ്ശികയാണ് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മുതൽ കൊടുത്തു തുടങ്ങും എന്ന് വാഗ്ദാനം ഈ ബജറ്റുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേമ രാഷ്ട്രമാകുമ്പോൾ പാവങ്ങളുടെ പടത്തലവനായ AKGക്ക് ഗവേഷണ പഠന കേന്ദ്രം ബജറ്റിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ ഒന്നായ ഈ ക്ഷേമ പെൻഷന്റെ ഈ ഇപ്പോഴത്തെ തുക അല്പം ഒന്ന് വർദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കും റബ്ബറിന്റെ താങ്ങുവില 10 രൂപ മാത്രമേ ഇദ്ദേഹം കൂട്ടിയിട്ടുള്ളൂ. 10 രൂപയെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സമ്മർദ്ദമുണ്ട്, മറുവശത്ത് കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്ന് പറയാൻ വേണ്ടി 10 രൂപ കൂട്ടി. 10 രൂപ കൂട്ടുമ്പോഴും 170 ആകുന്നുള്ളൂ. അത് 200 ആക്കിയെങ്കിൽ അന്തസ്സായിട്ടുള്ള ഒരു തുകയാകുമായിരുന്നു. 200. രാജേന്ദ്രൻ പന്തളത്തിന് എത്ര ഏക്കർ റബ്ബർ ഉണ്ട്? എനിക്ക് ഒരു റബ്ബർ പോലും ഇല്ല, എല്ലാം വെട്ടിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അല്ല, അത് ഈ റബ്ബർ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലാത്ത രാജേന്ദ്രൻ പന്തളം അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, അത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളിൽ